ചെന്നതു വേദവ്യാസ ശിഷ്യനായുള്ള സുതൻ നന്നായി സൽക്കരിച്ചിരുത്തി മുനികളും പുണ്യവാനായ ഭവാൻ വന്നതും നന്നായി വന്നു, ധാന്യന്മാരെന്നും വന്നു ഞങ്ങളും ഇതിനാലേ. ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കമേ പാഠമല്ലോ. വേദാന്ത പൊരുൾ അറിഞ്ഞിരുന്ന മുനികളും വേദവേദാന്ത വിത്താം വേദവ്യാസനം മൂലം സാദരമരുൾ ചെയ്തഭ്യസിച്ച നീ മോദേന വന്നത് ഞങ്ങൾക്കനുഗ്രഹം. ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സ്നേഹമെത്രയും ഭാഷമായുള്ള ശിഷ്യന്മാരും ശിഷ്യരും സുഖമായ ഉപേക്ഷിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസനാ ശുശ്രൂഷാദി ആകയാൽ ഇവനെന്തുടേ കിടന്ന് കരയുന്നു? മരിച്ചതല്ലേ, അതിന്റെ ദുഃഖമാണ്. പറയാതെ പോയില്ലേ അളിയൻ? എടാ പറയാതെ പോയെന്ന് പറഞ്ഞ 8:45 ബിവറേജിൽ പോയൊന്നും അല്ലല്ലോ ഇങ്ങനെ സങ്കടപ്പെടാൻ വേണ്ടി. അല്ലണ്ണ, എന്നാലും ആളങ്ങ് പോയില്ലേ അവിടെ? എടാ എന്നാലും ഒരു വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് കരയുവാന്നോ നീ? കഴിഞ്ഞ വർഷം അളിയൻ മരിച്ച അന്ന് ആദ്യമായിട്ട് ഈ ഓൾഡ് ബുങ് ഞാൻ അടിക്കുന്നത്. അതിപ്പിന്നെ എപ്പോ ഈ ഓൾഡ് ബുങ് എടുത്താലും അളിയൻ ഓർമ്മ. ഞാൻ വേണമെങ്കിൽ ശിവരാമനെ ഓർക്കാം. വേണ്ട, ഇപ്പൊ ഞങ്ങൾക്ക് ഓർക്കാനുള്ളതേ ഉള്ളൂ. അണ്ണൻ ഒരു കാര്യം ചെയ്യും, നേരെ വരമ്പേരോട്ടിയല്ലേ, അവിടെ പ്രദീപും ശ്രീകുമാറും MC വെച്ച് ഓർക്കുന്നുണ്ട്. മക്കളുടെ പേര് വല്ലതും എഴുതി വെച്ചോ അങ്ങനെ വല്ലതും എന്തോ? പിന്നെ 2 പിള്ളേരെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് കഥകെ സജിത്തും വിജിത്തും ചോക്ക് വെച്ച് നല്ല ഡിസൈൻ ഒക്കെ ചെയ്തു. അതല്ല, ഈ അവന് കട ഉണ്ടായിരുന്നു, എന്തൊക്കെ കുറച്ച് കട ഉണ്ടായിരുന്നില്ല? അത് വീട്ടിൽ നിങ്ങൾ ഗാനമേള എന്തോ നടത്തിയിട്ട് ഞങ്ങളൊരു ഗാനമേള വെച്ചു. കൊച്ചിന്ന് ആർട്ടിസ്റ്റ് 1 ലക്ഷം വാട്ട്സ് സൗണ്ട്, അതിന്റെ ലൈറ്റ്, വെടി, പുക എല്ലാം കൂടെ 3.5 ലക്ഷം രൂപ. പക്ഷെ ഉദ്ദേശിച്ച പോലെ കൂപ്പൺ വിറ്റ് തീർന്നില്ല. ഇപ്പൊ 80,000 രൂപ വീട്ടുകാർ അങ്ങോട്ട് കൊടുക്കണം എന്ന് കരുതി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? കടം വീട്ടണ്ടേ നമുക്ക്. ഓണത്തിന് മാമന്റെ പേരിൽ ഒരു വള്ളം കളി. അപ്പൊ 8 ലക്ഷം കടം. ശിവരാമൻ ഉണ്ടായിരുന്നെങ്കിൽ. മാമനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരാണ്ട് നടത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്ത് അടക്കം കഴിഞ്ഞു, അടക്കം പരിപാടി എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം തലേദിവസം മോർച്ചറിയില്ലായിരുന്നു, നമ്മളവിടെ വലിയ പോയി എടുത്തോണ്ട് വന്നേ. ഇവൻ എപ്പോഴാ ഈ ആരോഗ്യത്തോടെ ഇരിക്കുകയൊക്കെ ചെയ്ത്? ആരാ? നിന്റെ മാമൻ മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ആരോഗ്യമായിട്ടിരുന്നല്ലേ. ഒരു കുഴപ്പമില്ല. ഒരാഴ്ച മുമ്പേ എങ്ങനെ ഇരുന്ന മനുഷ്യനാ അണ്ണോ. വീട്ടിൽ ചക്കയും മീനും നിന്ന് ഗ്യാസും കയറി ഇരുന്നവനെ ഉത്സവം കാണിക്കാനാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് എളികേറ്റി കൊണ്ടുപോയിട്ട് കുതിരപ്പുറത്തും തള്ളിയിട്ടല്ലോ അന്ന് സംഭവിച്ച. ഇന്ന് 2 ഇഡലിയാണ് വന്ന് നിൽക്കുന്നത്. അണ്ണൻ പോയി. ഞാനാണ് അവനെ കുതിരപ്പുറത്ത് തള്ളിയിട്ട്? പിന്നെ അല്ല, അണ്ണല്ലേ വിളിച്ചോണ്ട് പോയി. എടാ നിന്റെ അമ്മാവന് സെറ്റും മണ്ട് കൊടുത്തു പെണ്ണുങ്ങൾ ഉത്സവത്തിന് കാണുമ്പോൾ എളി കയറുവോ? അങ്ങനെ സംഭവം ഉണ്ട്. അന്ന് എളി കയറിയിട്ട് തേരിന്റെ മണ്ട കയറി 4ാമത്തെ നിലയിൽ കയറി. എന്നിട്ട് താഴെ എന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു ഓയോ റൂമിനേക്കാൾ സെറ്റപ്പാ കയറി വരാൻ പറഞ്ഞു. അമ്മൻകുടക്കാരുടെ അമ്മൻകുടത്തിന് എറിഞ്ഞില്ലേ അവനെ താഴെ ഇട്ടത്? അതിന് ഞാനാണ് തെറ്റ്? അങ്ങനാണെങ്കിൽ ചാമക്ക അമ്പലത്തിലെ ഉത്സവത്തിന് അണ്ണം വിളിച്ചോണ്ട് പോയിട്ട് എന്തോ പരിപാടിയാണ് കാണിച്ചത്. എടാ നിന്റെ അമ്മാവന് സെറ്റും മണ്ട് കൊടുത്ത പെണ്ണുങ്ങളെ ഉത്സവത്തിന് കാണുമ്പോൾ എളി കയറുവോ? അതുണ്ട്. 8 കാള ഇരട്ടക്കാള പിടിവിട്ട് പുറമോട്ട് വന്നോ? വന്നു. ആരെങ്കിലും കൈ നിന്നോ? ഇല്ല. പെണ്ണുങ്ങൾ പേടിച്ച് കണ്ടപ്പോ ഇവനെ എളി കയറിയോ? ഇവനെന്തോടുത്തു? കാലെടുത്ത് ബാക്കി വെച്ച് കാലെ കൂടെ കാള കയറി ഇറങ്ങി 2 പീസായി. അവസാനം കാലം കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതാ കോമഡി. ഇപ്പൊ ചോദിക്കാതിരിക്കുമായിരുന്നു. ഞങ്ങള് കാല് ചെയ്യാത്ത മാമനെ കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയപ്പോ അണ്ണ എന്തിനാ കാലും പൊക്കി പിടിച്ചോണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയത്? ഇവിടെ വണ്ടാനത്ത് ഞാൻ നേരത്തെ പോയിട്ടുള്ളല്ലേ, റിപ്പീറ്റ് അടിക്കില്ലേ? എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ മാമനെ കൊണ്ട് വണ്ടാനത്തുനിന്ന് കോട്ടയത്തോട്ട് പാടാന്ന് പറഞ്ഞ ഒറ്റക്കാലം എന്നാണോ ഇല്ലയോ? അപ്പൊ എന്റെ ലെഗ് പീസിന് വിലയില്ലേ? അതുകൊണ്ടാണ് അണ്ണൻ പറഞ്ഞത് നിങ്ങൾ വന്നില്ല, ഞാൻ KSRTC കയറ്റി വിടാന്ന് കൊറിയറിൽ. ഇവിടെ കൊറിയറെ കൊടുത്തിട്ട് അവർ കറക്റ്റായിട്ട് ആലപ്പുഴ സ്റ്റാൻഡിൽ ചെല്ലും. നിങ്ങളെടുത്ത് ബൈക്ക് എടുത്തോണ്ട് സാധനം എടുത്ത് ജോയിന്റ് അടിച്ചുകൂടായിരുന്നോ? നിങ്ങൾ വാശിപ്പുറത്ത്. ഇവിടെ സ്വന്തം അമ്മ നിനക്ക് വാശിപ്പുറത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ? അവസാനം ഞാൻ തന്നെ തോറ്റു. കാരണം നമ്മളുടെ ഭാഗത്താണല്ലോ വെയിറ്റ് കുറവ്. അവസാനം ഞാൻ ഇതൊരു ആംബുലൻസ് കയറ്റി അങ്ങോട്ട് വിടേണ്ടി വന്നു. പിന്നെ ഒരു കാര്യം, ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ ശിവരാമ എന്നൊരൊറ്റ വിളിച്ചപ്പം അതിനെ കൈപൊക്കി കാണിച്ചു. അങ്ങനെ നടുവരൽ നോക്കി കാണിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരുത്തും ബോധമില്ലാതെ കിടക്കും. അവൻ ബോധം വരുന്നേ ഉള്ളൂ. അവൻ കൈ മൊത്തോട്ട് പൊക്കണം, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പൊ അവന് പേരിലാണ് പൊക്കാൻ പറ്റിയത്, അത് പൊക്കി. ഞാൻ ക്ഷമിച്ചല്ലോ. കഴിച്ചിട്ട് നിന്റെ ഈ ഒഴുകി പോകുന്ന സാമ്പാറും
കാവേജ് തോരൻ തിന്നാൻ ഞാൻ അവിടെ നിൽക്കണം. അയ്യോ അണ്ണൻ നല്ല രീതിയിൽ ഫുഡ് വെക്കണമെന്നായിരുന്നു ഞങ്ങൾക്കെല്ലാം ആഗ്രഹം. മാമന്റെ ഇഷ്ടമാണ് നോക്കണമല്ലോ. എടാ ശിവരാമന്റെ ഇഷ്ടമാണ് നിങ്ങൾ യമൻ കുഴിമന്തി വെക്കുന്നത്. പിന്നെ ഇപ്പൊ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. എടാ യമൻ കുഴിമന്തി എന്ന് പറഞ്ഞ ഈ ശിവരാമൻ ചത്തുകളയും. നിനക്കൊരു കാര്യം അറിയോ? അവനൊരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചു, വിജയ ഈ യമൻ കുഴിമന്തി ഒറിജിനൽ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയാം അത് കഴിക്കണോ യമനിൽ പോകണം. യമനിലേ കിട്ടത്തുള്ളൂ. ഞാനത് അവനോട് പറഞ്ഞു. അതിനുവേണ്ടി ഈ കിടക്കുന്ന 5 സെന്റ് വിറ്റത് എനിക്കും അവനും പാസ്പോർട്ട് എടുത്ത് ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് അതിന്റെ തലേദിവസം മരിക്കുന്നേ. അതെ അതെ അതെ. ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയില്ലടാ. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയിട്ട് മന്തി കഴിച്ചല്ല. എന്ത് യമനിൽ അതിലെ അടക്കത്തിന് നിങ്ങൾ എന്നെ കാണാൻ. ആ പോയത് ആരാന്നറിയോ? വിജയൻ. വിജയനല്ല, അതാണ് യമൻ. എന്റെ മാമന്റെ കാലൻ.